ടി ആനന്ദ് ഇരവിപുരം മണ്ഡലത്തിൽ BDJസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇരവിപുരത്ത് പണാധിപത്യത്തിന് മേൽ ജനാധിപത്യത്തെ വിജയിപ്പിക്കാനാണ് പോരാട്ടമെന്ന് സജി ഡി ആനന്ദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ നിയോജക മണ്ഡലവുമായി ബന്ധമില്ലാത്ത ശക്തികുളങ്ങരയിൽ ഉള്ള ഒരു ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരത്തിന് രംഗത്തിറക്കിയിരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയരുത്, ഇവിടുത്തെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയരുത്. അപ്പോൾ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയാതെ വന്നാൽ ഇവിടെ LDF സ്ഥാനാർത്ഥി ജയിക്കും. അതിന് പ്രതിഫലമായി LDF സ്ഥാനാർത്ഥിയുടെ സഹായം ചവറയിലുണ്ടാകും. ഇതാണ് ഇവരുടെ ധാരണ. ഇത് പണാധിപത്യത്തിൻ്റെ ധാരണയാണ്. അപ്പോൾ ജനാധിപത്യത്തെ പണാധിപത്യം വിഴുങ്ങുമ്പോൾ അത് നോക്കി നിൽക്കാൻ കഴിയില്ല. അത് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ BDJസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ BDJസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഷമീർ അബ്ദുൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഷമീറെ, വൻ കോൺഫിഡൻസിലാണ് അദ്ദേഹം, സജി ഡി ആനന്ദ്. സേതുലക്ഷ്മി, സജി ഡി ആനന്ദ് RSPയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. ഇരവിപുരത്തെ തൊഴിലാളി രംഗത്തെ വളരെ അനിഷേധ്യനായ നേതാവാണ്. അദ്ദേഹം ഇത്തരത്തിൽ RSPയുമായി ഇടഞ്ഞ് കഴിഞ്ഞ ദിവസം ഈ കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇരവിപുരത്തൊരു ഡീല് ഉണ്ടായിരിക്കുകയാണ്. അത് ഇരവിപുരത്ത് LDFും RSPയും തമ്മിലാണ് ആ ഡീല് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചവറയിലെ വോട്ട് RSPക്കും ഇരവിപുരത്തെ RSPയുടെ വോട്ട് LDFനും നൽകണമെന്നാണ് ആ ഡീല്. ആ ഡീലിന് പിന്നിൽ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദുബായിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ഡീല് നടന്നിരിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് സജി ഡി ആനന്ദ് ഉന്നയിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇരവിപുരത്ത് ഒരു വലിയ മത്സരം തന്നെ ഉണ്ടാകും. അതായത് മുൻ RSP നേതാവ് RSP സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒപ്പം തന്നെ സിറ്റിംഗ് MLA ആയ M നൌഷാദും അവിടെ മത്സര രംഗത്ത് എത്തുന്നു. അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഇരവിപുരം മാറുന്നു. BDJസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നയാൾ, അതും തൊഴിലാളി രംഗത്തുള്ളയാൾ, കാലാകാലങ്ങളായ RSPയെ നയിച്ച ഒരാൾ, അങ്ങനെ ഒരാൾ മത്സര രംഗത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും RSP വോട്ടുകൾ വിഘടിക്കപ്പെടും. ഇദ്ദേഹം UDFന്റെ ഇരവിപുരം നിയോജക മണ്ഡലം കൺവീനർ കൂടിയായിരുന്നു. എന്തുകൊണ്ട് BDJS തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇരവിപുരത്ത് തന്നെ മത്സരിക്കണം, അവിടെ പണാധിപത്യമാണ് ഉണ്ടായത്. അസീസ് തന്നെ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ 1 കോടി രൂപ മത്സരിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. തന്റെ കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം കൂടി മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരവിപുരത്ത് മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സേതുലക്ഷ്മി.